അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മുതൽ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ചില സമയങ്ങളിൽ ടോൾ പ്ലാസ കടന്നും ഗതാഗതക്കുരുക്ക് നീണ്ടു. ആമ്പല്ലൂർ മുതൽ പുതുക്കാട് KSRTC സ്റ്റാൻഡ് വരെ വാഹനങ്ങൾ കടന്നുപോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാക്കാൻ കാരണം. ഇതുമൂലം ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ 1 മണിക്കൂറോളം സമയമെടുത്താണ് ആമ്പല്ലൂർ മറികടക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ഇതോടെ ദുരിതത്തിലായി. 1.5 കിലോമീറ്റർ ദൂരം ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത്. പ്രാദേശിക ഗതാഗതവും താറുമാറായി. സർവീസ് റോഡ് പൂർത്തിയാകാത്തതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ബസ്സുകൾ സർവീസ് റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ നിർത്തുന്നത്. ഇത്തരത്തിൽ ബസ്സുകൾ നിർത്തുന്നതും ദേശീയപാതയിൽ തിരക്കിന് കാരണമാകുന്നുണ്ട്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. എന്നാൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണമാണ് സാധ്യമാവുകയെന്നാണ് അധികൃതർ പറയുന്നത്.